അഭിവന്ദനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ UDFന്റെ സമാദരണീയരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, കേരളം കാത്തിരിക്കുന്ന ഒരു ശക്തമായ പ്രതിരോധ പ്രവർത്തനത്തിന്റെ തുടക്കമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഉപവാസ സമരത്തെ ഞങ്ങൾ കാണുന്നത്. ഈ ഉപവാസ സമരം കേവലം ജനങ്ങളെ ഉണർത്താനുള്ള ഒരു സമരം മാത്രമല്ല. സർക്കാർ ഇനിയും കൈയും കെട്ടി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും ജനങ്ങളോടൊപ്പം അണിനിരന്ന് തന്നെ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെ രക്ഷിക്കാൻ UDF ഉണ്ടാകും എന്ന ഏറ്റവും ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഈ സമരത്തെ കാണുന്നത്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും ശ്രീ മോൻസ് ജോസഫും ഇവിടെ സൂചിപ്പിച്ച പോലെ ഇത് സാമൂഹ്യ പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ്. കേരളം ഭരിക്കുന്ന ഒരു ഗവൺമെന്റിന് പൂർണ്ണമായി ഉത്തരവാദിത്തമുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വയലൻസും ലഹരിയും. കേരളത്തിൽ ഈ ലഹരി പടർന്നു പിടിക്കുമ്പോൾ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ. അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ്. അദ്ദേഹം അതുകൊണ്ടാണ് നിയമസഭയിൽ ഇത്രയേറെ പ്രകോപിതനായത്. അദ്ദേഹം മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന്, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പ്രകോപിതനാവാനുള്ള കാരണം അദ്ദേഹം കുറ്റവാളിയാണെന്ന് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി പറഞ്ഞതുകൊണ്ടാണ്. കാരണം ഈ കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന വിരുദ്ധ പ്രവർത്തനങ്ങളും നമ്മൾ അക്കമിട്ട് പറയുമ്പോൾ അതിന് വാചാലമായി മറുപടി പറയാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഒരു സാരോപദേശം കൊണ്ട് തന്റെ നിയമസഭാ പ്രസംഗം അവസാനിപ്പിക്കേണ്ടി വന്നത് അദ്ദേഹത്തിന്റെ കുറ്റബോധം കൊണ്ടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. മുഖ്യമന്ത്രി, ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ സാരോപദേശമല്ല വേണ്ടത്, നിങ്ങളുടെ ആക്ഷനുകളാണ്. നിങ്ങളുടെ ആക്ഷൻ പണ്ടും ഞങ്ങൾ ഓർമ്മിക്കുന്ന ആക്ഷൻ ഉണ്ട്. ആ ആക്ഷൻ ഒന്ന് പുറത്തെടുക്കേണ്ട സമയമാണ്. മുഖ്യമന്ത്രിയുടെ ആക്ഷനാണ് ഇപ്പോൾ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്. എന്ത് ആക്ഷനാണ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക? ജനങ്ങളുടെ കയ്യിലല്ല, പ്രതിപക്ഷത്തിന്റെ കയ്യിലല്ല പോലീസ് ഉള്ളത്. പോലീസ് നിങ്ങളുടെ കയ്യിലാണ്, ഭരണം നിങ്ങളുടെ കയ്യിലാണ്, എക്സൈസ് വകുപ്പ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ വിചാരിച്ചാൽ മുൻ DGP പറഞ്ഞ പോലെ 24 മണിക്കൂറുകൾ കൊണ്ട് ഇതിന്റെ സോഴ്സ് മുഴുവനും കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നിരിക്കെ നിർബാധം ഈ ലഹരി തുറന്നു വിടുന്നത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ അനുവാദത്തോടു കൂടിയാണെന്ന് കേരളത്തിലെ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കുമോ? കാരണം ഇന്ന് നമ്മുടെ മുഴുവൻ തെരുവുകളും പരിശോധിച്ചാൽ ഏത് കടയിലാണ് ലഹരി കിട്ടുക എന്ന് ആ തെരുവിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമാകും വിധം പകൽ വെളിച്ചം പോലെ കച്ചവടം നടക്കുകയാണ്. എന്തുകൊണ്ട് പോലീസിന് ഇത് തടയാൻ സാധിക്കുന്നില്ല? ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞല്ലോ, ആകെ പരൽ മീനുകളെ മാത്രമാണ് പിടികൂടുന്നത്. അതിനങ്ങോട്ടുള്ള നെക്സസിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല? അതിനങ്ങോട്ടുള്ള കണ്ണികളിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല? ഇത് എന്തുകൊണ്ട് നിരോധിക്കാൻ സാധിക്കുന്നില്ല? നിയമം കൊണ്ട് ഇതിനെ തടയാൻ സാധിക്കുന്നില്ല? നമ്മുടെ യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ ക്യാമ്പസുകൾ, അടുത്ത് വരാനിരിക്കുന്ന ഒരു തലമുറ 10 വർഷം കഴിഞ്ഞാൽ മനോരോഗികളുടെ നാടായി കേരളം മാറുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നിയമം എന്തുകൊണ്ട് അനുശാസിക്കും വിധം നിങ്ങൾക്ക് പോയിക്കൂടാ? ഇപ്പൊ ഏറ്റവും വലിയ വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമെല്ലാം ഡ്രഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് പതിവാക്കിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പോലും പൈലറ്റുമാരുൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന പലരും ഡ്രഗ് ടെസ്റ്റിന് വിധേയമാണ്. എന്തുകൊണ്ട് നമ്മുടെ കലാലയങ്ങളിൽ ഡ്രഗ് ടെസ്റ്റിനെ കുറിച്ച് ആലോചിച്ചുകൂടാ? ഇതെന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിനും മുഖ്യമന്ത്രിക്കും ആലോചിക്കാൻ കഴിയാത്തത്? അങ്ങനെ ഒരു ശക്തമായ നടപടിയിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങളിപ്പോഴും വലിയ സാരോപദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോഴും വലിയ ഉത്ബോധന പ്രസംഗം നടത്തുകയാണ്. ഉത്ബോധന പ്രസംഗം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആവശ്യമേ ഇല്ല. പ്രതികളെ വളരെ ശക്തമായി പിടികൂടാൻ നമുക്ക് സാധിക്കണം. വളരെ ശക്തമായി നടപടിയെടുക്കാൻ കഴിയണം. ഒരു വിതരണക്കാരനെ പിടികൂടിയാൽ അതിനു മുകളിലുള്ള കണ്ണികളെ പിടിക്കാൻ സാധിക്കണം. ഇത് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇപ്പൊ പല ക്യാമ്പസുകളിലും
നമ്മൾ ഈ ക്രൈമുകളുടെ എല്ലാം, ഈ വയലൻസുകളുടെ എല്ലാം പിറകിൽ ഏത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഉള്ളത് എന്ന് ആർക്കാണ് അറിയാത്തത്? ഈ യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ ഇപ്പൊ സമരം ചെയ്യാൻ കഴിയാത്തവരുടെ എല്ലാം വേറെ പണിയായിട്ട് ഇത് മാറുന്നുണ്ട് എന്ന് ആക്ഷേപിച്ചാൽ ആരെയാണ് കുറ്റം പറയാൻ സാധിക്കുക? ഇതിന് വലിയ തോതിലുള്ള ഒരു ഭരണകൂട സംരക്ഷണം ലഭിക്കുന്നു. അതുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഒരു രാഷ്ട്രീയ മാനമുണ്ട് എന്ന് പറയാനാണ് ഞങ്ങൾ ഈ ഉപവാസത്തിലൂടെ ആഗ്രഹിക്കുന്നത്. ഇത് പൊളിറ്റിക്കലാണ് പ്രശ്നം. ഇതിനെ രാഷ്ട്രീയമായി ഭരണപരമായി നേരിടാൻ നമുക്ക് സാധിക്കണം. ആ ഭരണപരമായി നേരിടുമ്പോ ഞങ്ങൾ ഇതിനും രാഷ്ട്രീയം പറയുന്നോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഇതിന് ഞങ്ങൾ പിന്നെ എന്താണ് പറയേണ്ടത്? ഈ കേരളത്തിലെ ജനങ്ങൾ എന്താണ് പറയേണ്ടത്? കേരളത്തിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതിനകത്തെ രാഷ്ട്രീയം മുഖ്യമന്ത്രി വളരെ കൃത്യമായി പ്രതികളെ സംരക്ഷിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും കണ്ടതല്ലേ, നവകേരള യാത്രക്കിടയിൽ നമ്മുടെ സഹോദരന്മാർക്ക് നേരെ പൂച്ചട്ടി കൊണ്ട് തല അടിച്ചു പൊളിച്ചപ്പോ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ആ പ്രവർത്തനത്തിന് മഹത്വവൽക്കരിച്ച ഒരു മുഖ്യമന്ത്രി നാട് ഭരിക്കുമ്പോ വയലൻസിന് ഇതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് ആരാണ് വേറെ കൊടുക്കുക? വയലൻസിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നത് നാണക്കേടാണ് എന്ന് പറയാതിരിക്കാനാവില്ല. ഇവിടെ ലഹരിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പാർട്ടിയും മുന്നണിയുമാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കേരളത്തിൽ ഇന്ന് അനുദിനം കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഓട്ടയടയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എക്സൈസ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ തമിഴ്നാടിന്റെ അത്ര എണ്ണം ഇവിടെ കേരളത്തിൽ ഇല്ല എന്നാണ്. ബാറുകളുടെ എണ്ണം തമിഴ്നാട്ടിൽ അത്ര ഇല്ല, കർണാടകയിൽ അത്ര ഇല്ല. എന്നിട്ട് എണ്ണം കൂട്ടാനുള്ള മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതേ കക്ഷികൾ തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നേരിട്ടപ്പോ കേരളത്തിലെ പ്രതിഭാധനരായിട്ടുള്ള സിനിമാ താരങ്ങളെ പോലും മണിനിരത്തി പറഞ്ഞത്, ഇവിടെ ഞങ്ങൾ പൂർണ്ണമായും മദ്യവർജനത്തിലേക്ക്, പടിപടിയായി മദ്യവർജനത്തിലേക്ക് വരുമെന്നാണ്. എവിടെ മദ്യവർജനം? കേരളത്തിൽ എത്രയെത്ര ബാറുകൾ പുതുതായി തുടങ്ങുന്നു. ഇപ്പോ ഈ ലഹരിയുടെ പ്രശ്നം ആളിക്കത്തുന്ന സമയത്തും ഒരു സർക്കാരിന്റെ പ്രതിബദ്ധത എന്ന് പറയുന്നത് പുതുതായി മദ്യ കമ്പനി കൊണ്ടുവരാനുള്ള അഴിമതിയുടെ ഏറ്റവും നല്ല കച്ചവടം ഉറപ്പിക്കുന്നതിലാണ്. ഈ കേരളത്തിലെ അമ്മമാർ മുഴുവനും, ഈ കേരളത്തിലെ രക്ഷിതാക്കൾ മുഴുവനും ആശങ്കയോടെ നിൽക്കുന്ന ഒരു കാലത്ത്, ഏറ്റവും കൂടുതൽ വേദനയോടെ നിൽക്കുന്ന കാലത്ത്, ഏറ്റവും കൂടുതൽ സങ്കടങ്ങളോടെ നിൽക്കുന്ന കാലത്ത്, സഹപാഠികൾ പരസ്പരം കുത്തിമരിക്കുന്ന കാലത്ത് നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികൾ നമ്മളുടെ വീട്ടിലെ പൂച്ചക്കുട്ടികളെ പോലെ വരുന്ന നിഷ്കളങ്കതയുള്ള ഇമോഷൻസ് ഉള്ള കുട്ടികളാണ്. അവരുടെ ഗ്യാങ്ങിലെത്തുമ്പോൾ ഗ്യാങ്സ്റ്റേഴ്സ് ആയിട്ട് മാറുന്നത്, അവിടെ കുറ്റവാളികളായി മാറുന്നത്, അവിടെ തെമ്മാടി കൂട്ടമായി മാറുന്നത്. ഇവര് വീട്ടിലെത്തുമ്പോ ഒരു മുഖമാണ്, അവിടെ എത്തുമ്പോ വേറെ മുഖമാണ്. ഈ കുറ്റവാളികളെ, കുട്ടിക്കുറ്റവാളികളെ താലോലിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. അവർക്ക് പാട്രണേജ് കൊടുക്കുന്നത് പൊളിറ്റിക്കൽ പാട്രണേജ് ആണ്. ആ പൊളിറ്റിക്കൽ പാട്രണേജ് പൊളിയാതെ കേരളത്തിലെ ഈ മഹാ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഈ പൊളിറ്റിക്കൽ പാട്രണേജിന് അവസാനമുണ്ടാകാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മുടെ അതിർത്തി കടന്നെത്തുന്ന സിന്തറ്റിക് ഡ്രഗുകളടക്കമുള്ള മയക്കുമരുന്നുകളെ പ്രതിരോധിക്കാൻ പോലീസിംഗ് ആണ് ആവശ്യം. അതിന് ശക്തമായ നിലപാടെടുക്കാൻ കഴിയുന്ന ആത്മാർത്ഥതയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ആ സേനയിൽ ബാക്കിയുണ്ടെങ്കിൽ, അവരെ ഇപ്പോൾ നിയോഗിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം കേരളത്തിന്റെ ഏറ്റവും വലിയ വിഭവമെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ്, മാനവിക വിഭവശേഷിയാണ്. 10 കൊല്ലം കഴിഞ്ഞാൽ വെറും മനോരോഗികൾ മാത്രമേ ഈ നാട്ടിലുണ്ടാകൂ എന്ന നിലയിലാണ് ഇപ്പോൾ ഡ്രഗ് പോകുന്നത്. ആ ഡ്രഗിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിനാണ് ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഇന്ന് ഉപവാസം ഇരിക്കുന്നത്. ഈ ഉപവാസം കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നമ്മൾ നടത്തുന്ന ഈ ഉപവാസം നാളെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് പടർത്തി തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ, ഇതിനെ പ്രതിരോധിക്കാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ, ഇതൊരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കി ഞങ്ങൾ അതിന്റെ മുന്നിൽ നിൽക്കുമെന്നാണ് നേതാക്കന്മാർ ഇവിടെ പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമുണ്ട്.
മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തമുണ്ട്, യുവജന സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ നാട് നാളെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്തമേ ഉള്ളൂ, അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി എങ്ങനെ മൂന്നാം ഊഴം സംഘടിപ്പിക്കാം എന്നത് മാത്രം ആലോചിക്കുന്ന ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ജനങ്ങൾ ഈ സമരം ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തോടെ ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് UDF.